കൊല്ലത്ത് ധാരാളം ക്രിമിനൽ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇന്നലെ നടന്ന അതിദാരുണമായ ഒരു സംഭവത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. കൊല്ലത്ത് കടപ്പാക്കട മലയാള മനോരമ ഓഫീസിൻ്റെ തൊട്ടടുത്താണ് ചെമ്മാമുക്ക് ജംഗ്ഷൻ. അവിടെയാണ് ആ ദാരുണ സംഭവം നടന്നത്. മറ്റൊന്നുമല്ല, ഭാര്യയെ ഭർത്താവ് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് ചുട്ടുകൊന്നു. വളരെ ക്രൂരമായ, അതിദാരുണമായ, പൈശാചികമായ എന്നൊക്കെ നമുക്ക് വിളിക്കാം ഈ സംഭവത്തെ. മരിച്ചത് കൊട്ടിയം സ്വദേശിയായ അനില. ഭർത്താവിൻ്റെ പേര് പത്മരാജൻ. ഈ പത്മരാജന് 60 വയസ്സുണ്ട്, അനിലയ്ക്ക് 44 വയസ്സ്. പത്മരാജൻ്റെ രണ്ടാം വിവാഹമായിരുന്നു അനിലയുമൊത്തുള്ളത്. ഇവർക്ക് ഒരു മകളുണ്ട്, സ്കൂൾ വിദ്യാർത്ഥിനിയാണ്. പത്മരാജന് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ക്രൂരത ചെയ്യാൻ തോന്നിയത്? ഈസ്റ്റ് പോലീസ് തലപുകഞ്ഞാലോചിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ല. കാരണം ഇന്നലെ ചെമ്മമുക്കിൽ ഈ കൊലപാതകം നടത്തിയ ശേഷം ഓട്ടോറിക്ഷ പിടിച്ച് ഈ പത്മരാജൻ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയിരുന്നു. പത്മരാജനെ ചോദ്യം ചെയ്തു, എന്തുകൊണ്ടാണ് നിങ്ങളിത് ചെയ്തത്? നിങ്ങളുടെ ഭാര്യയല്ലേ, നിങ്ങൾ എന്തിനിത് ചെയ്തു? അപ്പോഴാണ് പത്മരാജൻ ആ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പോലീസിന് മുന്നിൽ വിളിച്ചു പറഞ്ഞത്. ഒന്ന്, കഴിഞ്ഞ 6 ദിവസമായി അനില വീട്ടിൽ വരുന്നില്ല, മകളെ നോക്കുന്നില്ല, മകളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല. 2, ഈ നായസ് ഹോസ്പിറ്റൽ, നമുക്കറിയാം കടപ്പാക്കട ജംഗ്ഷനടുത്താണ് നായസ് ഹോസ്പിറ്റൽ. അതിനടുത്ത് 3 മാസം മുമ്പ് അനില ഒരു ബേക്കറി സ്റ്റോർ തുടങ്ങിയത്, ബേക്കറി കട. അതിന് ഒരു പാർട്ട്ണറുണ്ട്, ഒരു ചെറുപ്പക്കാരൻ. ഈ പാർട്ട്ണർഷിപ്പ് പത്മരാജന് ഇഷ്ടമുണ്ടായിരുന്നില്ല. പത്മരാജൻ്റെ ജോലി കാറ്ററിംഗ് സർവീസാണ്. അത്യാവശ്യം സാമ്പത്തിക ചുറ്റുപാടൊക്കെ ഉണ്ട്. പത്മരാജൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക അനില, അയാളെ ഒഴിവാക്കൂ. അയാൾക്ക് എത്രയാണോ അയാളിൽ നിന്ന് പണം വാങ്ങിയത് അത് തിരികെ കൊടുത്ത് അയാളെ ഒഴിവാക്കും. പക്ഷേ ഇന്നലെ അപ്രതീക്ഷിതമായി, ഇന്നലെ ഉച്ചയ്ക്ക് ഈ ചെറുപ്പക്കാരൻ, അതായത് അനിലയുടെ പാർട്ട്ണർ ബിസിനസ്സിലെ പാർട്ട്ണർ പത്മരാജനെ ശരിക്ക് മർദ്ദിച്ചു, ശരിക്ക് എടുത്തിട്ട് ഇടിച്ചു. എന്തിനാണെന്ന് പത്മരാജന് കാരണം മനസ്സിലായി. പത്മരാജന് ഇയാളെ ഒഴിവാക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, പക്ഷേ പത്മരാജനെ പൊതിരെ തല്ലി. അതിൽ പത്മരാജൻ വിഷണ്ണനായി. കാരണം തൻ്റെ ഭാര്യയുടെ സഹപ്രവർത്തകനാണ്, ഭാര്യയ്ക്കൊപ്പം ജോലി ചെയ്യുന്ന ആളാണ്. ഭാര്യ സ്വന്തം കാലിൽ നിൽക്കട്ടെ, വേറൊരു പാർട്ട്ണർഷിപ്പിൻ്റെ ആവശ്യമില്ല, അയാൾക്ക് പണം കൊടുത്ത് അയാളെ ഒഴിവാക്കൂ എന്ന് പറഞ്ഞ കാര്യത്തിനാണ് അയാൾ പോയി ഇടിക്കുന്നത്. അപ്പോൾ പത്മരാജന് എന്തൊക്കെയോ സംശയം ബലപ്പെട്ടു. അനില പ്രായം 44, ഇയാൾക്ക് 60 വയസ്സായി. അനിലയ്ക്ക് ഈ യുവാവുമായി അവിഹിത ബന്ധമുണ്ടെന്ന് പത്മരാജൻ സംശയിച്ചു. ആ സംശയമാണ് ഈ കൊലപാതകത്തിലേക്ക്, ക്രൂരമായ കൊലപാതകം. ആ കൊലപാതകം എങ്ങനെ നടന്നു എന്ന് ചോദിച്ചാൽ, അനില ബേക്കറി കട പൂട്ടിയ ശേഷം, ബേക്കറിയിലെ കച്ചവടമൊക്കെ കഴിഞ്ഞ ശേഷം വീട്ടിലേക്കെന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിലേക്കല്ല, കൊട്ടിയത്തെ വീട്ടിലേക്കല്ല പോകുന്നത്, വേറെ ഏതോ വീട്ടിലേക്ക്. ഒരുപക്ഷെങ്കിൽ ആ ചെറുപ്പക്കാരൻ്റെ വീട്ടിലേക്കായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും സുഹൃത്തുക്കളുടെ വീട്ടിലേക്കായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുക്കളുടെ വീട്ടിലേക്കായിരിക്കാം. അത് പോകുമ്പോൾ അവരുടെ കാറിനകത്ത് ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, കടയിൽ ജോലി ചെയ്യുന്ന സോണി എന്ന ചെറുപ്പക്കാരൻ. അപ്പോൾ ഇതെല്ലാം പത്മരാജൻ കാണുന്നുണ്ട്. പത്മരാജൻ ഇവർ കട പൂട്ടുന്നത് കാണുന്നുണ്ട്, കട പൂട്ടി ഇവർ കാറിൽ കയറുന്നത് കാണുന്നുണ്ട്, കാറിൽ ഒപ്പം ഒരു ചെറുപ്പക്കാരൻ കയറുന്നത് കാണുന്നുണ്ട്. പത്മരാജൻ പറഞ്ഞതൊക്കെ ലംഘിച്ചുകൊണ്ട് അനിൽ ഇങ്ങനെ ഓരോ പ്രവർത്തികൾ ചെയ്യുകയാണ്. എന്നിട്ട് എന്താണ്, 6 ദിവസമായി വീട്ടിലും വരുന്നില്ല. ഇയാളുടെ പകയും ദേഷ്യവും. ഇയാൾ ബക്കറ്റിലാണ് പെട്രോൾ വാങ്ങി കരുതി വെച്ചിരുന്നത്. എന്നിട്ട് ചെമ്മാമുക്കെത്തിയപ്പോൾ വണ്ടി കൊണ്ട് ക്രോസായി ഇടിച്ചു നിർത്തി. എന്നിട്ട് ബക്കറ്റിൽ കരുതുന്ന പെട്രോൾ അനിലയുടെ ദേഹത്തേക്ക് ഒഴിക്കുന്നു, ഡ്രൈവർ സീറ്റിലേക്ക് ഒഴിക്കുന്നു. ഉടനെ തന്നെ തീയും കൊളുത്തുന്നു. സോണി ഇത് കണ്ട് അപ്പുറത്തെ സീറ്റിൽ നിന്ന് ഇറങ്ങി ഓടി. അയാളുടെ കൈക്കും കാലിനും പൊള്ളലേറ്റു. അയാൾ ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. യുവതിയാണെങ്കിലോ വെന്തു മരിച്ചു, കാറിനകത്തിരുന്ന് വെന്തു മരിച്ചു. ആലോചിച്ച് നോക്കുക, എന്ത് കൊടും ക്രൂരതയാണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇയാൾക്ക് വേണമെങ്കിൽ ഡൈവേഴ്സ് ചെയ്തുകൂടെ, അല്ലെങ്കിൽ കോടതിയെ സമീപിച്ചുകൂടെ? എന്തിനാണ് ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്യാൻ പോയത്? അത് ക്രൂരതയായിപ്പോയി. ആ ഒരു സ്ത്രീയോട്, അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തോട് ഇയാൾ ചെയ്തത് വളരെ പൈശാചികമായ ക്രൂരതയായിപ്പോയി എന്ന് പോലീസ് അടിവരയിട്ട് പറയുന്നു. ഏതായാലും ഇയാൾ പോലീസിന് കീഴടങ്ങി. കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് സംഭവിച്ചത്. അതെല്ലാം ഓർഡർ അനുസരിച്ച് തന്നെ പറഞ്ഞു. തനിക്ക് ഭാര്യയെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഭാര്യയുടെ എല്ലാ കാര്യങ്ങളും താൻ നോക്കുമായിരുന്നു. 3 മാസം മുമ്പ് കട തുടങ്ങുന്നതിനുള്ള കാശ് കൊടുത്തത് താനാണ്. പക്ഷേ ഒരു പാർട്ട്ണർ വന്നു അവിടെ, തന്നെ അറിയാതെ ഒരു പാർട്ട്ണർ അവിടെ വന്നു. അത് എനിക്ക് സംശയമുണ്ടാക്കി. കഴിഞ്ഞ 6 ദിവസമായി ഭാര്യ വീട്ടിലേക്ക് വരുന്നില്ല, മകളുടെ കാര്യങ്ങൾ നോക്കുന്നില്ല. ഇത് ചോദിക്കുമ്പോൾ ഉത്തരമില്ല. തനിക്ക് പകമൂത്തു. അതുകൊണ്ട് അവളെ പതിയിരുന്ന് അവളുടെ ചലനങ്ങൾ നിരീക്ഷിച്ച്, അവൾക്കൊപ്പം ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ ആ പാർട്ട്ണറാകുമെന്നാണ് താൻ കരുതിയത്. അവനെയും കൊല്ലുകയായിരുന്നു ലക്ഷ്യം. പക്ഷേ രണ്ടുപേരെയും ചുട്ടുകരിച്ച് കൊല്ലുകയായിരുന്നു ലക്ഷ്യം. പക്ഷേ നടന്നില്ല. അയാൾ അല്ല ഉണ്ടായിരുന്നത്, വേറൊരു ജീവനക്കാരനാണ് ഉണ്ടായിരുന്നതെന്ന് പിന്നീടാണ് അറിയുന്നത്. അതായത് പോലീസുകാർ പറയുമ്പോൾ മാത്രമാണ് താൻ അറിയുന്നതെന്നും ഈ പത്മരാജൻ പറയുന്നു. ഏതായാലും പത്മരാജൻ ചെമ്മാമുക്കിൽ തീ കൊളുത്തി കൊന്ന ഭാര്യ അനില അങ്ങ് പോയി. ഇനി പത്മരാജൻ്റെ കാര്യം പോലീസ് തീരുമാനിക്കും, കോടതി തീരുമാനിക്കും.